സംസ്ഥാന പ്രസിഡന്റിനെയും ദേശീയ കൗൺസിൽ അംഗങ്ങളെയും ഈ മാസം 15-ന് മുൻപായി തെരഞ്ഞെടുക്കണമെന്നാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേതൃമാറ്റത്തിനുള്ള അവസാന ചാൻസാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് എന്ന് ശോഭാ സുരേന്ദ്രനും എം.ടി. രമേശിനുമൊക്കെ ബോധ്യമായി. പി.കെ. കൃഷ്ണദാസും കളത്തിലിറങ്ങി. ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്കാണ് കളത്തിൽ പൊരുതാനിറങ്ങിയത്. മറുവശത്ത് പി.കെ. കൃഷ്ണദാസും എൻ. രാധാകൃഷ്ണനും ഒരുമിച്ച്. മിക്ക നേതാക്കളും ദേശീയ നേതാക്കളോട് കേരളത്തിൽ ഒരു നേതൃമാറ്റം ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് കേരളത്തിലെ പ്രസിഡന്റിനെയും ദേശീയ കൗൺസിൽ അംഗങ്ങളെയും കണ്ടെത്തേണ്ട ചുമതല. പുതിയ വ്യവസ്ഥകൾ പ്രകാരം ഒരു ടേം, അതായത് 3 വർഷം കഴിഞ്ഞ് ഇപ്പോഴും പ്രസിഡന്റായി തുടരുന്നയാൾക്ക് 2ാം ടേമിലേക്ക് മത്സരിക്കാം. ഇതനുസരിച്ച് കെ. സുരേന്ദ്രന് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയും. 5 വർഷം സുരേന്ദ്രൻ പ്രസിഡന്റ് പദവിയിൽ തുടർന്നുവെങ്കിലും അത് 2 ടേമായി കണക്കുകൂട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് ഒരിക്കൽ കൂടി ഒരു മത്സരത്തിന് അരങ്ങുണർന്നാൽ മത്സരിക്കാനുള്ള അവകാശമുണ്ടാകും. പി.കെ. കൃഷ്ണദാസ് പക്ഷം എം.ടി. രമേശിന്റെ പേർ ശക്തമായി ഉന്നയിക്കുന്നു. പാർട്ടിയിൽ കെ. സുരേന്ദ്രനേക്കാൾ സീനിയറാണ് എം.ടി. രമേശ്. അതുകൊണ്ട് എം.ടി. രമേശിന് അവസരം കൊടുക്കണമെന്നതാണ് പി.കെ. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. സംസ്ഥാന പ്രസിഡന്റ് പദത്തിൽ ഏറെ താൽപര്യത്തോടെ ശോഭാ സുരേന്ദ്രനും കളത്തിലുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാക്കുകയാണ് ചില നേതാക്കൾ. ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിനും ചില താൽപര്യങ്ങളുണ്ട്. കേരളത്തിലെ ബി.ജെ.പി. അധ്യക്ഷനാക്കാൻ ഇടയ്ക്ക് ദേശീയ നേതൃത്വം പദ്ധതിയിട്ടിരുന്നത് രാജീവ് ചന്ദ്രശേഖരിലൂടെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട്, 1 സീറ്റ് നേടാൻ കഴിഞ്ഞു. കെ. സുരേന്ദ്രന്റെ വിജയം തന്നെയാണിത് എന്ന വാദവുമായി സുരേന്ദ്രൻ അനുകൂലികൾ ദേശീയ നേതൃത്വത്തെ കാണുന്നു. എന്നാൽ എക്കാലവും സുരേന്ദ്രനൊപ്പം നിന്നിരുന്ന വി. മുരളീധരൻ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കൾ കളം മാറിയത് സുരേന്ദ്രന് തിരിച്ചടിയാണ്. പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താൻ ബി.ജെ.പി. നടപടികൾ ആരംഭിക്കുമ്പോൾ നിലവിലുള്ള അധ്യക്ഷൻ തുടരുമോ എന്ന സംശയം ചിലർക്ക് ശക്തമാണ്. സാധാരണഗതിയിൽ മത്സരമില്ലാതെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേർ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഏറെ. മുൻപ് പി.കെ. കൃഷ്ണദാസിനെ മത്സരത്തിലൂടെയാണ് അവസാനം സംസ്ഥാന അധ്യക്ഷനാക്കിയത്. അതുകൊണ്ട് തന്നെ പി.കെ. കൃഷ്ണദാസ് ഇനിയും അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നുവരാൻ താൽപര്യക്കുറവ് അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം, തൊട്ടപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്ഥാനം നീട്ടി നൽകാൻ കെ. സുരേന്ദ്രൻ പക്ഷം ആവശ്യപ്പെടുന്നു. ശോഭാ സുരേന്ദ്രൻ, പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ് എന്നിവരുടെ പേരുകൾ ഇപ്പോൾ സജീവമായി ഉയർന്നു കേൾക്കുന്നു. ഇവരിൽ ആർക്കാവും സാധ്യത? ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇതുവരെ ഒരു വനിത എത്തിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ മത്സരിച്ച മണ്ഡലങ്ങളിൽ വോട്ടുവിഹിതം വലിയ രീതിയിൽ ഉയർത്തിയിരുന്നു. ശോഭയുടെ പ്രവർത്തന രീതിയോട് വിയോജിപ്പുള്ളവർ സുരേന്ദ്രൻ പക്ഷക്കാരാണ്. അവർ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുത വെച്ചാണ് ശോഭാ സുരേന്ദ്രനോട് പെരുമാറുന്നത്. അതിലപ്പുറം ദേശീയ നേതാക്കളുമായി വലിയ ബന്ധം കാത്തുസൂക്ഷിക്കുന്നു ശോഭാ സുരേന്ദ്രൻ. ഇക്കഴിഞ്ഞ ദിവസം അമിത്ഷായെ സന്ദർശിച്ച് ചില സാഹചര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ശോഭ. നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഇപ്പോൾ കേരളത്തിൽ മുമ്പത്തേക്കാളേറെ ശക്തമായി ഉയരുന്നു. പലരും കേന്ദ്ര നേതാക്കളെ കണ്ട് ഇക്കാര്യം ശക്തമായി ഉന്നയിക്കുന്നു. സുരേന്ദ്രനെ എതിർക്കുന്നവർ ഏറെ നാളായി കേരളത്തിൽ ആവശ്യപ്പെടുന്നത് അധ്യക്ഷ സ്ഥാനത്തെ മാറ്റമാണ്. എങ്കിൽ മാത്രമേ കേരളത്തിൽ ബി.ജെ.പി. രക്ഷപ്പെടൂ എന്ന് വാദിക്കുന്നവർ ഏറെയുണ്ട്. അവർ മുഖ്യമായി അടുത്ത ബി.ജെ.പി. അധ്യക്ഷയായി ഉയർത്തിക്കാട്ടുന്നത് ശോഭാ സുരേന്ദ്രനെ തന്നെയാണ്. ഒരു ഫൈറ്ററാണ്, പോരാളിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ പാർട്ടിക്ക് മിന്നും വിജയം സമ്മാനിക്കാൻ ശോഭാ സുരേന്ദ്രനെ കൊണ്ട് സാധിക്കും എന്നവർ വിശ്വസിക്കുന്നു. 3 തലത്തിലുള്ള ഗ്രൂപ്പുകൾ കേരളത്തിൽ ശക്തമാണ്. ഒന്ന്, കെ. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക വിഭാഗം. മറുവശത്ത് പി.കെ. കൃഷ്ണദാസ്, എൻ. രാധാകൃഷ്ണൻ ഉൾപ്പെടുന്ന മറ്റൊരു വിഭാഗം. ഇനി 3ാമതൊരു ഗ്രൂപ്പുണ്ട്. അതാണ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ശക്തമായ തിരുത്തൽ പോരാട്ടവുമായി പാർട്ടിക്കുള്ളിൽ നിലകൊള്ളുന്ന മറുഗ്രൂപ്പ്. എം.ടി. രമേശ് ഏറെക്കുറെ ഒറ്റയാനാണ്. എന്നാൽ പി.കെ. കൃഷ്ണദാസ് പക്ഷം ഇക്കുറി എം.ടി. രമേശിനെ പിന്തുണയ്ക്കുന്നു. ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ടത് ദേശീയ കൗൺസിൽ അംഗങ്ങളാണ്. കേരളത്തിൽ നിന്ന് 36 പേരുണ്ട് ഇക്കുറി ദേശീയ കൗൺസിൽ അംഗങ്ങളായി. മണ്ഡലം പ്രസിഡന്റുമാരെ കണ്ടെത്താനുള്ള നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചു. ഇതിനിടയിൽ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ ദില്ലിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒട്ടേറെ അഭ്യൂഹങ്ങൾക്ക് കാരണമായി. അമിത്ഷായെ ഒറ്റയ്ക്കാണ് ശോഭാ സുരേന്ദ്രൻ കണ്ടത്. അതിനുശേഷം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പുമിട്ടിരുന്നു ശോഭ. സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയെ ഡൽഹിയിൽ സന്ദർശിച്ചു.
രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന ശ്രീ അമിത്ഷാജിയോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ BJP പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ അക്കുറിപ്പിൽ ചില സൂചനകളുണ്ട്. കേരളത്തിലെ BJPയെ നയിക്കുക എന്ന സൂചന. അമിത്ഷാ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സുപ്രധാന വിവരങ്ങൾ ശോഭാ സുരേന്ദ്രന് കൈമാറിയോ? ഈ സംശയം ഇപ്പോൾ കേരളത്തിൽ ശക്തമാണ്. എന്നും തികഞ്ഞ പോരാളിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിലെ തൻ്റെ ശത്രുക്കളെ നേരിട്ടാണ് വളർച്ചയുടെ പല ഘട്ടങ്ങളും പിന്നിട്ടത്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ശോഭാ സുരേന്ദ്രന് സീറ്റ് ലഭിക്കാതിരിക്കാൻ കുതികാൽ വെട്ടികൾ കളത്തിലിറങ്ങും. അതിനെതിരെ അണികളുടെ സപ്പോർട്ടോടുകൂടി കുതിച്ചുയരുന്ന ശോഭയെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അത് പണ്ട് കഴക്കൂട്ടത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലുമൊക്കെ നമ്മൾ കണ്ടു. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ടുവിഹിതം ഉയർത്തുന്ന അത്ഭുത വിദ്യ അത് ശോഭാ സുരേന്ദ്രന് മാത്രം സ്വന്തം. പാർട്ടി അണികളിൽ പോരാട്ടത്തിന്റെ വീര്യം നിറയ്ക്കുന്ന അവരുടെ നേതൃശൈലി തന്നെയാണ് കേരളത്തിലെ BJPക്ക് പുതിയ മുഖച്ഛായ പകരാൻ അനിവാര്യം. സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെതിരെ ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രനും സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശുമൊക്കെ പരസ്യമായി കളത്തിലിറങ്ങിയിരുന്നു. സ്ഥാപക നേതാവ് AB വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ കടുത്ത അലംഭാവം കാട്ടിയെന്നും ബൂത്ത് തലത്തിൽ പരിപാടി സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയില്ല എന്നും കാണിച്ച് കേന്ദ്ര നേതൃത്വത്തിന് അവർ പരാതി അയച്ചിരുന്നു. ഡിസംബർ 25-നായിരുന്നു വാജ്പേയിയുടെ 100ാം ജന്മദിനം. സംഘടന ദുർബലമായതിന് ഉത്തരവാദി താനാണെങ്കിൽ മാറാൻ തയ്യാറാണ് എന്ന് K. സുരേന്ദ്രൻ നേരത്തെ ദേശീയ നേതാക്കളെ അറിയിച്ചു. K. സുരേന്ദ്രനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ശക്തമായ ആവശ്യമുന്നയിക്കുന്നവരിൽ ശോഭാ സുരേന്ദ്രനും രമേശും മാത്രമല്ല, മറുവശത്ത് PK കൃഷ്ണദാസ് പക്ഷവുമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിലാണ് K. സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ അതിശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നത്. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്റെ നില മെച്ചപ്പെടുത്തുന്ന ശോഭാ സുരേന്ദ്രനെ പാലക്കാട് തഴഞ്ഞു എന്ന അതൃപ്തി പാർട്ടിയിൽ പുകഞ്ഞുകത്തി. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രചരണത്തിന് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാക്കണമെന്ന് നേരത്തെ സന്ദീപ് ബജസ്പതി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി കുമ്മനം രാജശേഖരനും രംഗത്തിറങ്ങിയിരുന്നു. ശോഭയ്ക്ക് വേണ്ടി സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിന് എഴുതിയ കത്ത് പിന്നീട് മാധ്യമങ്ങളിൽ ചർച്ചയായി. എന്നിട്ടും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ സുരേന്ദ്രന്റെ താൽപര്യങ്ങൾ തന്നെ. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോകുന്നതും കേരളം കണ്ടു. ഇത് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചില്ലറയല്ല. പ്രചരണ രംഗത്ത് നിന്ന് പ്രമുഖ നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി. കുമ്മനം രാജശേഖരനെ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായി ഉപയോഗപ്പെടുത്തിയില്ല. E. ശ്രീധരനെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുപ്പിച്ചു എന്നതൊഴിച്ചാൽ മറ്റു പ്രചരണ പരിപാടികളിലേക്ക് അടുപ്പിച്ചില്ല. തുടർന്ന് പാലക്കാട് പരാജയവും K. സുരേന്ദ്രന്റെ പ്രവർത്തന രീതിയുമൊക്കെ കേരളത്തിൽ വലിയ വിമർശനങ്ങൾക്കിടവരുത്തി. തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ചിലർ പ്രവർത്തിക്കുന്നുവെന്ന് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം അത് അണികൾ ഏറ്റെടുത്തു. താൻ നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ശോഭ പറഞ്ഞിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് ശോഭ തന്നെ തുറന്നടിച്ചു. ദേശീയ നേതാക്കളുമായി വലിയ മാനസികടുപ്പം സൂക്ഷിക്കുന്ന കേരളത്തിലെ വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അടുത്ത BJP പ്രസിഡന്റ് ആര് എന്ന ചോദ്യത്തിൽ ഏറ്റവും മുന്നിലേക്ക് കടന്നു വരുന്നതും അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ. BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുരേന്ദ്രനെ മാറ്റാൻ ദേശീയ നേതൃത്വം തീരുമാനമെടുത്താൽ ആ നറുക്ക് ശോഭാ സുരേന്ദ്രന് വീഴും എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് കേരളത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.